HS Radio. Shivagiri HS Radio. Sa sa da sa ni da pa ni da ma ga ma ga re sa. Sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അമേയ, യുവിക. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. നാസ ഡൈവേഴ്സിറ്റി മേധാവി നീല രാജേന്ദ്രനെ പുറത്താക്കി. ന്യൂയോർക്ക് സിറ്റിയിൽ അംബേദ്കർ ദിനം. പ്രഖ്യാപനം UN ആസ്ഥാനത്തെ ചടങ്ങിൽ. ഇനിയില്ല യോസ. ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തിലെ ദീപസ്തംഭങ്ങളിൽ ഒന്നുകൂടി അണഞ്ഞു. ഭൗതിക ശാസ്ത്രജ്ഞൻ ഡൽഹി CPFS സ്ഥാപകൻ ഡോക്ടർ രഞ്ജിത്ത് നായർ അന്തരിച്ചു. ബാങ്കിംഗ് ഭേദഗതി ബിൽ നിയമമായി. ബംഗാളിൽ വീണ്ടും സംഘർഷം. മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടി. സംസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്താൻ സമിതി. പോരാട്ടം കടുപ്പിച്ച് തമിഴ്നാട്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. നാസ ഡൈവേഴ്സിറ്റി മേധാവി നീല രാജേന്ദ്രനെ പുറത്താക്കി. നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലാബിന്റെ DEI മേധാവിയായ ഇന്ത്യൻ വംശജ നീല രാജേന്ദ്രനെ ട്രംപ് ഭരണകൂടം പുറത്താക്കി. സർക്കാർ വകുപ്പുകളിൽ ജീവനക്കാർക്കിടയിൽ വിവേചനം ഒഴിവാക്കാനും എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം ഉറപ്പുവരുത്താനുമായി ആരംഭിച്ച DEI പദ്ധതി അവസാനിപ്പിച്ച് മാർച്ച് മാസം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടിരുന്നു. ന്യൂയോർക്ക് സിറ്റിയിൽ അംബേദ്കർ ദിനം. പ്രഖ്യാപനം UN ആസ്ഥാനത്തെ ചടങ്ങിൽ. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ ജന്മദിനമായ ഏപ്രിൽ 14 അംബേദ്കർ ദിനമായി ന്യൂയോർക്ക് സിറ്റി മേയർ എറിക് ആദംസ് പ്രഖ്യാപിച്ചു. അംബേദ്കറുടെ 134ാം ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് UN ആസ്ഥാനത്ത് സംഘടിപ്പിച്ച പ്രത്യേക ചടങ്ങിൽ കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി രാംദാസ് അഡോളയുടെ സാന്നിധ്യത്തിൽ ന്യൂയോർക്ക് സിറ്റി മേയറുടെ വിദേശകാര്യ ഡെപ്യൂട്ടി കമ്മീഷണർ ദിലീപ് ചൗഹാൻ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇനിയില്ല യോസ. ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തിലെ ദീപസ്തംഭങ്ങളിൽ ഒന്നുകൂടി അണഞ്ഞു. പെറൂവിയൻ സാഹിത്യകാരൻ മാരിയോ വർഗാസ് യോസ 89 ഞായറാഴ്ച ലോകത്തോട് വിട പറഞ്ഞു. പെറുവിലെ വീട്ടിലായിരുന്നു അന്ത്യം. വ്യക്തിയുടെ ചെറുത്തുനിൽപ്പിന്റെയും കലാപത്തിന്റെയും തോൽവിയുടെയും തീക്ഷ്ണമായ ബിംബങ്ങൾ ചിത്രീകരിച്ച യോസയ്ക്കായിരുന്നു 2010 സാഹിത്യ നോബൽ. മലയാളം ഉൾപ്പെടെ 30 ഭാഷകളിലേക്ക് അദ്ദേഹത്തിന്റെ കൃതികൾ മൊഴിമാറ്റപ്പെട്ടു. ലാറ്റിൻ അമേരിക്കയുടെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തിനുടമയായിരുന്നു യോസയും. പക്ഷേ കാലക്രമേണ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ഭൂതകാലത്തെ തള്ളിപ്പറഞ്ഞു. 1990 അദ്ദേഹം പെറുവിന്റെ പ്രസിഡന്റ് ആകാൻ മത്സരിച്ചു. പക്ഷേ അന്ന് അധികം ആരും അറിയാത്ത ആൽബർട്ടോ ഫ്യൂജിമോറി എന്ന സ്ഥാനാർത്ഥിയോട് തോറ്റു. യോസയുടെ ആഗ്രഹപ്രകാരം മൃതദേഹം ദഹിപ്പിക്കുമെന്നും പൊതുചടങ്ങുകളൊന്നും ഉണ്ടാകില്ലെന്നും മക്കൾ അറിയിച്ചു. യോസയുടെ മരണത്തിൽ പെറുവിൽ തിങ്കളാഴ്ച ഔദ്യോഗിക ദുഃഖാചരണം നടന്നു. ഭൗതിക ശാസ്ത്രജ്ഞൻ ഡൽഹി CPFS സ്ഥാപകൻ ഡോക്ടർ രഞ്ജിത്ത് നായർ അന്തരിച്ചു. ഭൗതിക ശാസ്ത്രജ്ഞനും ഡൽഹി സെന്റർ ഫോർ ഫിലോസഫി ആൻഡ് ഫൗണ്ടേഷൻസ് ഓഫ് സയൻസ് സ്ഥാപകനുമായ ഡോക്ടർ രഞ്ജിത്ത് നായർ അന്തരിച്ചു. ശാസ്ത്ര സംവാദങ്ങൾക്ക് ഇന്ത്യയ്ക്കൊരു വേദി എന്ന നിലയിലാണ് 1996 CPFS സ്ഥാപിച്ചത്. സ്റ്റീഫൻ ഹോക്കിൻസ് അടക്കം പ്രശസ്ത സയന്റിസ്റ്റുകൾ ഇന്ത്യയിലെത്തിയത് ഈ സംഘടനയുടെ ക്ഷണപ്രകാരമാണ്. ബാങ്കിംഗ് ഭേദഗതി ബിൽ നിയമമായി. ബാങ്ക് നിക്ഷേപങ്ങൾക്കും ലോക്കറുകൾക്കും ഒരേ സമയം 4 നോമിനികളെ വെക്കാൻ അവസരം നൽകുന്ന ബാങ്കിംഗ് ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകി. നിയമം പ്രാബല്യത്തിൽ വരുന്ന തീയതി വിജ്ഞാപനത്തിലൂടെ പ്രഖ്യാപിക്കും. ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട 1934 RBI നിയമം, 49 ബാങ്കിംഗ് നിയന്ത്രണ നിയമം, 55 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയമം, 70 80 ബാങ്കിംഗ് കമ്പനീസ് നിയമം എന്നിവയിലാണ് ഭേദഗതി. നിലവിൽ ലോക്കർ, ഡിപ്പോസിറ്റ് അക്കൗണ്ട് എന്നിവയ്ക്ക് ഒരു നോമിനിയാണ് അനുവദിച്ചിരിക്കുന്നത്. അവകാശികളല്ലാത്ത നിക്ഷേപങ്ങൾ പെരുക്കുന്നത് ഒഴിവാക്കാനാണ് ഇത് വർദ്ധിപ്പിച്ചത്. സഹകരണ ബാങ്കുകളുടെ ചെയർമാൻ ഒഴികെയുള്ള ഡയറക്ടർമാരുടെ കാലാവധി 8 വർഷം വരെ ആയിരുന്നത് 10 വർഷമാകും. സംസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്താൻ സമിതി. പോരാട്ടം കടുപ്പിച്ച് തമിഴ്നാട്. സംസ്ഥാനങ്ങളുടെ സ്വയം ഭരണാവകാശം ശക്തിപ്പെടുത്താൻ ഭരണഘടനാ വ്യവസ്ഥകൾ, നിയമങ്ങൾ, നയങ്ങൾ എന്നിവ പരിശോധിച്ച് നടപടി ശുപാർശ ചെയ്യാൻ ജസ്റ്റിസ് കുര്യൻ ജോസഫ് അധ്യക്ഷനായ 3-അംഗ സംഘം സമിതിയിൽ തമിഴ്നാട് നിയോഗിച്ചു. 2026 ജനുവരിയിൽ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമിതി 2 വർഷങ്ങൾക്കുള്ളിൽ റിപ്പോർട്ട് തയ്യാറാക്കണമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിയമസഭയിൽ അറിയിച്ചു. ബംഗാളിൽ വീണ്ടും സംഘർഷം. മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടി.
വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദിലുണ്ടായ സംഘർഷത്തിൽ സ്വമേധയാ കേസെടുത്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. സംഘർഷ സ്ഥലം സന്ദർശിച്ച് 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. സൗത്ത് 24 പർഗാനാസ് ജില്ലയിലെ ഭംഗീറിലും സംഘർഷമുണ്ടായി. ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് ISF പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടി. പോലീസ് വാഹനങ്ങൾക്ക് പ്രവർത്തകർ തീവെച്ചു. പോലീസുകാർക്കുൾപ്പെടെ ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും അക്രമികളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ടെന്നും ബംഗാൾ പോലീസ് അറിയിച്ചു. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകും. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. നാസ ഡൈവേഴ്സിറ്റി മേധാവി നീല രാജേന്ദ്രനെ പുറത്താക്കി. ന്യൂയോർക്ക് സിറ്റിയിൽ അംബേദ്കർ ദിനം പ്രഖ്യാപനം UN ആസ്ഥാനത്തെ ചടങ്ങിൽ. ഇനിയില്ല യോസ. ലാറ്റിൻ അമേരിക്കൻ സാഹിത്യത്തിലെ ദീപസ്തംഭങ്ങളിൽ ഒന്നുകൂടി അണഞ്ഞു. ഭൗതിക ശാസ്ത്രജ്ഞൻ ഡൽഹി CPFS സ്ഥാപകൻ ഡോക്ടർ രഞ്ജിത്ത് നായർ അന്തരിച്ചു. ബാങ്കിംഗ് ഭേദഗതി ബിൽ നിയമമായി. ബംഗാളിൽ വീണ്ടും സംഘർഷം. മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടി. സംസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്താൻ സമിതി പോരാട്ടം കടുപ്പിച്ച് തമിഴ്നാട്. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി. 5ാം ക്ലാസ് B ഡിവിഷനിലെ അഗ്നിത. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. 2028 ഒളിമ്പിക്സ് എവിടെ വെച്ച്? ലോസ് ആഞ്ചലസ്. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. ട്രംപ് ഭരണകൂടം പുറത്താക്കിയ ഇന്ത്യൻ വംശജയായ നാസ ഡൈവേഴ്സിറ്റി മേധാവി ആര്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. മാന്യശ്രോതാക്കൾക്ക് നമസ്കാരം. ശിവഗിരി HS റേഡിയോ നുറുങ്ങുവെട്ടം പരിപാടിയിൽ ലോകത്തെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ചാർലി ചാപ്ലിനെ കുറിച്ച് കേൾക്കാം. അവതരണം DIS. ഇന്നും പ്രസക്തിയുള്ള സാമൂഹ്യ രാഷ്ട്രീയം പറഞ്ഞ സിനിമകളുടെ ഫസ്റ്റ് ലുക്കാണ് ചാപ്ലിൻ സിനിമകൾ. മൗനം കൊണ്ടുപോലും ആരവങ്ങളും അലകളും ഉയർത്തിയ സിനിമകളായിരുന്നു അദ്ദേഹത്തിൻ്റേത്. സിനിമയുടെ മുന്നിലും പിന്നിലും ചാപ്ലിൻ്റെ സർഗാത്മകതയുടെ വിരൽ മീട്ടിയപ്പോൾ അവ സമകാല പ്രസക്തമായി ഇന്നും നിലനിൽക്കുന്നു. രാഷ്ട്രീയം പറയുമ്പോഴും അതിന് മൂർച്ചയേറിയ നർമ്മം ഉപയോഗിക്കാൻ ചാപ്ലിന് സാധിച്ചു. ആധുനികവൽക്കരണത്തിൻ്റെ മുഖംമൂടിയിൽ ചൂഷണക്കാരായവർ മുതൽ ലോകത്തെ വിറപ്പിച്ച ഫെമിനിസ്റ്റ് ഭരണാധികാരിയായിരുന്ന ഹിറ്റ്ലർ വരെ ആ നർമ്മമുന കൊണ്ട് മുറിവേറ്റവരാണ്. ചാപ്ലിൻ്റെ ജീവിതവും സിനിമയും സ്നേഹത്തിൻ്റെയും അനുതാപത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. വിശ്വാസികളുടെ ഉയർത്തെഴുന്നേൽപ്പ് ദിനത്തിൽ ജനിച്ച ചാപ്ലിൻ സർഗാത്മക ലോകത്തെ ഉയർത്തെഴുന്നേൽപ്പായി അടയാളപ്പെട്ടു. 1889 ഏപ്രിൽ 16 ലണ്ടനിൽ ജനിച്ച ചാൾസ് സ്പെൻസർ ചാപ്ലിൻ്റെ ജീവിതം ഒരിക്കലും വെള്ളിത്തിരയിലെ പോലെ നർമ്മം പടർത്തുന്നതായിരുന്നില്ല. ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും അനാഥത്വവും നിറഞ്ഞതായിരുന്നു ചാപ്ലിൻ്റെ ബാല്യം. തന്നെ ചെറുപ്പത്തിൽ തന്നെ സംഗീത പരിപാടികളിലും ചെറിയ വേഷങ്ങളുമായി അരങ്ങിലും അഭിനയിച്ചു തുടങ്ങിയ ചാപ്ലിൻ്റെ ജീവിതം വഴിമാറുന്നത് 19-ാം വയസ്സിൽ അമേരിക്കയിലേക്ക് പോകുന്നതോടെയാണ്. പ്രസിദ്ധമായ ഫ്രെഡ് കാർനോ കമ്പനിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചാപ്ലിൻ 1914 ആവുമ്പോഴേക്കും കിസ്റ്റോൺ സ്റ്റുഡിയോയിലേക്ക് വേണ്ടി വെള്ളിത്തിരയിൽ
മുഖം കാണിച്ചു തുടങ്ങി. അവിടെ വെച്ചാണ് അനാഥനായ ചാപ്ലിൻ ഒരു നാടോടിയുടെ വേഷപ്പകർച്ച അണിഞ്ഞുകൊണ്ട് യാത്ര തുടങ്ങിയത്. ലോക സിനിമയുടെ തന്നെ തലവര മാറ്റിമറിച്ച യാത്ര. ചുടലമായ താളങ്ങൾക്കനുസരിച്ചുള്ള ശരീരചലനം, അപരമാം വിധം നിയന്ത്രിക്കപ്പെടുന്ന അതിലെ വേഗതയുടെ ഏറ്റക്കുറച്ചിലുകൾ, അതിസൂക്ഷ്മവും ഗഹനവുമായ ഭാവപ്പകർച്ചകൾ, ഏച്ചുകെട്ടലുകളോ ആവർത്തന വിരസതയോ തോന്നിപ്പിക്കാത്ത കഥാപാത്രങ്ങളിലെ തുടർച്ച. ഇതൊക്കെയാണ് ചാപ്ലിൻ എന്ന നടനെ അനന്യസാധാരണമാക്കിയത്. സാ സദസ നിധ പനിധ മഗ മഗരിസ. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.